ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് MCQs ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കധികം സമയം കളയാനില്ല, നേരെ ക്ലാസ്സിലേക്ക് പോകാം. സോ നമുക്ക് എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ പ്രോഗ്രാം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ് ദാറ്റ് ആഫ്റ്റർ ബീയിങ് ഇനിഷ്യലി ലോഡഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ബൈ എ ബൂട്ട് പ്രോഗ്രാം മാനേജസ് ഓൾ ഓഫ് ദ അതർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇൻ ദ കമ്പ്യൂട്ടർ. എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് മേക്ക് യൂസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൈ മേക്കിംഗ് റിക്വസ്റ്റ് ഫോർ സർവീസ് ത്രൂ എ ഡിഫൈൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് ദാറ്റ് ഈസ് API. In addition, users can interact directly with the operating system through a user interface such as ഏതൊക്കെയായിരിക്കും കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഓർ എ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ്. ഓക്കെ, അതാണ് നമുക്ക് തുടക്കത്തിൽ എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ക്യാൻ ഡു മൾട്ടി ടാസ്കിംഗ് മീൻസ് ദാറ്റ് ഓപ്ഷൻ എ പറയുന്നത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ ഡിവൈഡ് അപ്പ് വർക്ക് ബിറ്റ്വീൻ സെവറൽ CPUs. സെവറൽ പ്രോഗ്രാംസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് കൺകറൻ്റ്ലി. തേർഡ് ഓപ്ഷൻ പറയുന്നത് മൾട്ടിപ്പിൾ പീപ്പിൾ ക്യാൻ യൂസ് ദ കമ്പ്യൂട്ടർ കൺകറൻ്റ്ലി. തേർഡ് ഓപ്ഷൻ പറയുന്നത് ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെവറൽ പ്രോഗ്രാംസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് കൺകറൻ്റ്ലി. സെവറൽ പ്രോഗ്രാംസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് കൺകറൻ്റ്ലി. അപ്പോൾ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുമ്പോഴത്തേക്ക് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ക്യാൻ ഡു മൾട്ടി ടാസ്കിംഗ് മീൻസ് ദാറ്റ് സെവറൽ പ്രോഗ്രാംസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് കൺകറൻ്റ്ലി. സെവറൽ പ്രോഗ്രാംസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് കൺകറൻ്റ്ലി. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡാറ്റാ ബേസ് ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ദ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് കസ്റ്റമൈസ്ഡ് സെറ്റിംഗ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻസ്. ഓപ്ഷൻ എ പറയുന്നത് രജിസ്ട്രി, ഓപ്ഷൻ ബി പറയുന്നത് ചേഞ്ച് ലോഗ്, ഓപ്ഷൻ സി പറയുന്നത് പെർഫോമൻസ് മോണിറ്റർ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദ എബവ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡാറ്റാ ബേസ് ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ദ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് കസ്റ്റമൈസ്ഡ് സെറ്റിംഗ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് രജിസ്ട്രി. അപ്പോൾ എന്താണ് രജിസ്ട്രി എന്ന് നോക്കാം. രജിസ്ട്രി ഈസ് എ ഡാറ്റാബേസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ രജിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ്റെ ഡാറ്റാബേസ് ആണ് എബൌട്ട് ദ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് കസ്റ്റമൈസ്ഡ് സെറ്റിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ. അപ്പോൾ രജിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് ഇൻഫർമേഷൻ. അത് എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് കസ്റ്റമൈസ്ഡ് സെറ്റിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് യു നീഡ് ടു ക്രിയേറ്റ് ന്യൂ വോളിയൂംസ് ആൻഡ് ഫോർമാറ്റ് എ ന്യൂ ഡിസ്ക് യു ജസ്റ്റ് ഇൻസ്റ്റാൾഡ് ഓൺ യുവർ Windows 7 കമ്പ്യൂട്ടർ. വിച്ച് ടൂൾ ഷുഡ് യു യൂസ്? ഓപ്ഷൻ എ പറയുന്നത് ഫോർമാറ്റ്, ഓപ്ഷൻ ബി പറയുന്നത് ഡിസ്ക് യൂട്ടിലിറ്റി, ഓപ്ഷൻ സി പറയുന്നത് ഡിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദ എബവ്. അപ്പോൾ യു നീഡ് ടു ക്രിയേറ്റ് ന്യൂ വോളിയൂംസ് ആൻഡ് ഫോർമാറ്റ് എ ന്യൂ ഡിസ്ക് യു ജസ്റ്റ് ഇൻസ്റ്റാൾഡ് ഓൺ യുവർ Windows 7 കമ്പ്യൂട്ടർ. വിച്ച് ടൂൾ ഷുഡ് യു യൂസ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഡിസ്ക് മാനേജ്മെൻറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഡിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം ക്രിയേറ്റ് ആൻഡ് ന്യൂ വോളിയൂംസ് ഫോർമാറ്റ് എ ന്യൂ ഡിസ്ക് യു ജസ്റ്റ് ഇൻസ്റ്റാൾഡ് യുവർ കമ്പ്യൂട്ടർ. നമ്മളെപ്പോഴും അത് യൂസ് ചെയ്യേണ്ടത് ഡിസ്ക് മാനേജ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ്സ് ഷുഡ് യു യൂസ് ടു ഡിലീറ്റ് ഫയൽസ് ഓൺ എ ലിനക്സ് സിസ്റ്റം? ഓപ്ഷൻ എ പറയുന്നത് MV, ഓപ്ഷൻ ബി പറയുന്നത് എക്സ്പെൻസ്, ഓപ്ഷൻ സി ഡിലീറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് RM. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഷുഡ് യു യൂസ് ടു ഡിലീറ്റ് ഫയൽസ് ഓൺ എ ലിനക്സ് സിസ്റ്റം? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് RM. അപ്പോൾ നമ്മൾ എപ്പോഴായാലും വി ഷുഡ് യൂസ് ദ RM കമാൻഡ് ടു ഡിലീറ്റ് ഫയൽസ് ഓൺ എ ലിനക്സ് സിസ്റ്റം. അപ്പോൾ ലിനക്സ് സിസ്റ്റത്തിൽ നമുക്ക് ഫയൽസ് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത് RM ആയിരിക്കണം.
ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ വാട്ട് മോഡ് ക്യാൻ ഓൺലി വൺ പ്രോഗ്രാം ബി എക്സിക്യൂട്ടഡ് അറ്റ് വൺ ടൈം? ഇൻ വാട്ട് മോഡ് ക്യാൻ ഓൺലി വൺ പ്രോഗ്രാം ബി എക്സിക്യൂട്ടഡ് അറ്റ് വൺ ടൈം? ഓപ്ഷൻ എ പറയുന്നത് വിർച്വൽ റിയൽ, ഓപ്ഷൻ ബി കോമ്പാക്റ്റിബിലിറ്റി, ഓപ്ഷൻ സി റിയൽ, ഓപ്ഷൻ ഡി പറയുന്നത് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഏത് മോഡിലാണ് നമ്മൾ ഒരു പ്രോഗ്രാം ഒരു സമയത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ റിയൽ മോഡായിരിക്കും, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആയിരിക്കും. അപ്പോൾ ഓൺലി വൺ പ്രോഗ്രാം ബി എക്സിക്യൂട്ടഡ് അറ്റ് വൺ ടൈം ഇൻ റിയൽ മോഡ്, വൺ ടൈം ഇൻ റിയൽ മോഡായിരിക്കണം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് the desktop operating system is also called a dash. The desktop operating system is also called a, ഓപ്ഷൻ എ പറയുന്നത് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി പറയുന്നത് ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ സി പറയുന്നത് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് എ ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് വൺ ഈസ് എ ടെക്സ്റ്റ് എഡിറ്റർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മൈക്രോസോഫ്റ്റ് വിൻഡോൻ്റെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ പറയുന്നത് MS വേർഡ്, ഓപ്ഷൻ ബി പറയുന്നത് MS എക്സൽ, ഓപ്ഷൻ സി വേർഡ് പാഡ് ആൻഡ് ഓപ്ഷൻ ഡി നോട്ട് പാഡ്. അപ്പോൾ വിച്ച് വൺ ഈസ് എ ടെക്സ്റ്റ് എഡിറ്റർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് നോട്ട് പാഡ്. നോട്ട് പാഡ് ഈസ് എ ടെക്സ്റ്റ് എഡിറ്റർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്. നോട്ട് പാഡ് ഈസ് എ ടെക്സ്റ്റ് എഡിറ്റർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് വൺ ഈസ് ദ ഡിഫോൾട്ട് വേർഡ് പ്രോസസ്സർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്? വിച്ച് വൺ ഈസ് ദ ഡിഫോൾട്ട് വേർഡ് പ്രോസസ്സർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്? ഓപ്ഷൻ എ പറയുന്നത് MS വേർഡ്, ഓപ്ഷൻ ബി പറയുന്നത് വേർഡ് പാഡ്, ഓപ്ഷൻ സി പറയുന്നത് MS പെയിൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നോട്ട് പാഡ്. വിച്ച് വൺ ഈസ് ദ ഡിഫോൾട്ട് വേർഡ് പ്രോസസ്സർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് വേർഡ് പാഡ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡീഫോൾട്ട് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് വേർഡ് പാഡ് ആയിരിക്കും. വേർഡ് പാഡ് ഈസ് ദ ഡീഫോൾട്ട് വേർഡ് പ്രോസസ്സർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണക്ഷൻലെസ് പ്രോട്ടോകോൾസ്? വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണക്ഷൻലെസ് പ്രോട്ടോകോൾസ്? ഓപ്ഷൻ എ പറയുന്നത് TCP, ഓപ്ഷൻ ബി UDP, ഓപ്ഷൻ സി IPX/SPX ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ഫ്രെയിം റിലേ. അപ്പോൾ വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണക്ഷൻലെസ് പ്രോട്ടോകോൾ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് UDP. അപ്പോൾ UDP ആണ് കണക്ഷൻലെസ് പ്രോട്ടോകോളിൻ്റെ എക്സാമ്പിൾ. UDP ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണക്ഷൻലെസ് പ്രോട്ടോകോൾസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ കോമൺ ബൗണ്ടറി ബിറ്റ്വീൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് നോൺ ആസ്? ഓപ്ഷൻ എ പറയുന്നത് ഇൻട്രഡിക്ഷൻ, ഓപ്ഷൻ ബി സർഫസ്, ഓപ്ഷൻ സി പറയുന്നത് ഇൻ്റർഫേസ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദി എബവ്. അപ്പോൾ എ കോമൺ ബൗണ്ടറി ബിറ്റ്വീൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് നോൺ ആസ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഇൻ്റർഫേസ്. ഒരു ഇൻ്റർഫേസ് ആണ് കോമൺ ബൗണ്ടറി ബിറ്റ്വീൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എ കോമൺ ബൗണ്ടറി ബിറ്റ്വീൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് നോൺ ആസ് ഇൻ്റർഫേസ്. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ദാറ്റ് ഈസ് NIC ഈസ് ജനറലി യൂസ്ഡ് ഫോർ? ഓപ്ഷൻ എ പറയുന്നത് പ്രിൻറ്റിംഗ്, ഓപ്ഷൻ ബി പറയുന്നത് ഡിലീറ്റിംഗ്, ഓപ്ഷൻ സി പറയുന്നത് കണക്ടിവിറ്റി ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് പ്രോഗ്രാമിംഗ്. അപ്പോൾ NIC ഈസ് ജനറലി യൂസ്ഡ് ഫോർ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ജനറലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ, ദാറ്റ് ഈസ് കണക്ടിവിറ്റി. അപ്പോൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ദാറ്റ് ഈസ് NIC ഈസ് ജനറലി യൂസ്ഡ് ഫോർ കണക്ടിവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഫോൾഡർ കണ്ടെയ്ൻസ് ദ റീസെൻ്റ്ലി വ്യൂഡ് വെബ് പേജസ് കണ്ടൻറ്റ്? Which folder contains the recently viewed web pages content? Option A Explorer, option B temporary internet files, option B C history,
and option D Windows. അപ്പോൾ which folder contains the recently viewed web pages? Answer is temporary internet files. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ടെമ്പററി ഇൻ്റർനെറ്റ് ഫയൽസ് കണ്ടെയ്ൻ ദ റീസെൻ്റ്ലി വ്യൂഡ് വെബ് പേജ് കണ്ടൻറ്റ്. ടെമ്പററി ഇൻ്റർനെറ്റ് ഫയൽസ് കണ്ടെയ്ൻ ദ റീസെൻ്റ്ലി വ്യൂഡ് വെബ് പേജ് കണ്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ പറയുന്നത് പാം ഒ എസ്, ഓപ്ഷൻ ബി VxWorks, ഓപ്ഷൻ സി വിൻഡോസ് CE ആൻഡ് ഓപ്ഷൻ ഡി RT Linux. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഈസ് പാം OS. പാം OS ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ഓക്കെ, പാം OS ഈസ് നോട്ട് എ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എറേഴ്സ് വിൽ ബി ഹാൻഡിൽ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്ഷൻ എ പറയുന്നത് യൂണി പ്രോഗ്രാമിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി പറയുന്നത് യൂണി ടാസ്കിംഗ് സിസ്റ്റം, ഓപ്ഷൻ സി പറയുന്നത് യൂണി പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദ എബവ്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എറേഴ്സ് വിൽ ബി ഹാൻഡിൽ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആൻസർ ഈസ് യൂണി പ്രോസസ്സിംഗ് സിസ്റ്റം. അപ്പോൾ യൂണി പ്രോസസ്സിംഗ് സിസ്റ്റം എറേഴ്സ് വിൽ ബി ഹാൻഡിൽ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യൂണി പ്രോസസ്സിംഗ് സിസ്റ്റം എറേഴ്സ് വിൽ ബി ഹാൻഡിൽ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈച്ച് പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ ഡാഷ്. ഓപ്ഷൻ എ പറയുന്നത് ഓപ്പൺ ഫയൽസ്, ഓപ്ഷൻ ബി പറയുന്നത് അഡ്രസ് സ്പേസ് ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ്, ഓപ്ഷൻ സി പറയുന്നത് പെൻഡിങ് അലാം സിഗ്നൽസ് ആൻഡ് സിഗ്നൽ ഹാൻഡ്ലേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ഓൾ ഓഫ് ദ എബവ്. അപ്പോൾ ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈച്ച് പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ, ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദ എബവ്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈച്ച് പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ ഓപ്പൺ ഫയൽസ്, അഡ്രസ് സ്പേസ് ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ് ആൻഡ് പെൻഡിങ് അലാം സിഗ്നൽസ് ആൻഡ് സിഗ്നൽ ഹാൻഡ്ലേഴ്സ്. അപ്പോൾ ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈച്ച് പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ ഓപ്പൺ ഫയൽസ്, അഡ്രസ് സ്പേസ് ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ് ആൻഡ് പെൻഡിങ് അലാം സിഗ്നൽസ് ആൻഡ് സിഗ്നൽ ഹാൻഡ്ലേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ആക്സസ് ടൈം ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ കേസ് ഓഫ്. ഓപ്ഷൻ എ പറയുന്നത് സ്വാപ്പിംഗ് ഡിവൈസസ്, ഓപ്ഷൻ ബി പറയുന്നത് ക്യാഷ്, ഓപ്ഷൻ സി പറയുന്നത് ഫ്ലോപ്പി ഡിസ്ക് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് മാഗ്നറ്റിക് ഡിസ്ക്. അപ്പോൾ ആക്സസ് ടൈം ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ കേസ് ഓഫ്, ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഡിസ്ക്. അപ്പോൾ ആക്സസ് ടൈം ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഡിസ്ക്. ആക്സസ് ടൈം ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഡിസ്ക്. Next question, which of the following is a single user operating system? Which one of the following is a single user operating system? Option A പറയുന്നത് Mac, option B പറയുന്നത് MS-DOS, option D പറയുന്നത് Windows and option D none of the above. Which one of the following is a single user operating system? Answer is Microsoft Disk Operating System, that is MS-DOS is a single user operating system. MS-DOS ആണ് ഒരു സിംഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് MCQs ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് MCQസുമായിട്ടായിരിക്കും അടുത്ത ക്ലാസ്സിനും വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു MCQമായി വരുന്നവരേക്കും ഗുഡ് ബൈ.